നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിൽ മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയെക്കുറിച്ചാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവിയാണ് മത്സ്യം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവികളാണ് മത്സ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ് അഥവാ വെയിൽ ഷാർക്ക്. തലയ്ക്കുള്ളിൽ ചെവിയുള്ള ജീവിയാണ് സ്രാവ്. ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് ജെയിൻറ്റ് കാറ്റ്ഫിഷ്. ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം ജെയിൻറ്റ് കാറ്റ്ഫിഷ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മത്സ്യം ബ്രിസിൽ മൗത്താണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഐക്കൂറ അഥവാ മാക്രൽ. പറക്കം മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബാർബഡോസ്. പറക്കം മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബാർബഡോസ്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന മത്സ്യം കടൽ കുതിര അഥവാ ഹിപ്പോ കാമ്പസ്. കൊലയാളി മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന. ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം. ചിരിക്കാൻ കഴിവുള്ള ജലജീവിയാണ് ഡോൾഫിൻ. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജലജീവി ഡോൾഫിൻ. ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവിയാണ് ഡോൾഫിൻ. ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്നത് ഷാർക്കാണ്. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം ഉറങ്ങുകയും മറുഭാഗം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ജീവികളാണ് ഡോൾഫിൻ, തിമിംഗലം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമാണ് ഈൽ മത്സ്യം. മത്സ്യ എണ്ണകളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ. മത്സ്യം വളർത്തുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പിസികൾച്ചർ. അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏഞ്ചൽ ഫിഷ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിളപ്പൂക്കൾ. തിമിംഗലത്തിൻ്റെ ശ്വസനാവയവം ശ്വാസകോശം. തേൾ, എട്ടുകാലി തുടങ്ങിയ ജീവികളുടെ ശ്വസനാവയവം ബുക്ക് ലങ്സ്. പാറ്റയുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികളാണ്. അമീബയുടെ വിസർജനാവയവം സങ്കോച ഫേനമാണ്. ഏറ്റവും വലിയ ഉഭയജീവി സലമാണ്ടർ. ബാഹ്യബീജ സംയോഗം നടക്കുന്ന ഒരു ജീവിയാണ് തവള. വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. പല്ലില്ലാത്ത ഉഭയജീവിയാണ് ചൊറിത്തവള അഥവാ ടോഡ്. കരയിലും ജലത്തിലും വസിക്കുന്ന ജീവികളുടെ ശ്വസനാവയവം ത്വക്കാണ്. ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യ ജീവിയാണ് സ്വർണ്ണത്തവള. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ് ആമ. ലോകത്തിലെ ഏറ്റവും വലിയ ഉരഗം ഏഷ്യൻ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലാണ്. ഏറ്റവും ചെറിയ ഉരഗം പല്ലി. വാലിൽ കൊഴുപ്പ് സംഭരിച്ച് വയ്ക്കുന്ന ജീവിയാണ് പല്ലി. സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിൻ്റെ നീളമുള്ള ജീവിയാണ് ഓന്ത്. പ്രത്യുത്പാദന കാലത്ത് ആൺ ഓന്തുകളുടെ കഴുത്തിൻ്റെ നിറം ചുവപ്പാണ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവിയാണ് പാമ്പ്. പറക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് പച്ചിലപ്പാമ്പ്. തല ത്രികോണാകൃതിയിലുള്ള പാമ്പാണ് അണലി അഥവാ ചേനത്തണ്ടൻ. പാമ്പിൻ്റെ വിഷപ്പല്ലായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് പാമ്പിൻ്റെ വിഷസഞ്ചിയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ന്യൂറോടോക്സിൻ. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ഹീമോടോക്സിൻ. പാമ്പിൻ വിഷം രാസപരമായി പ്രോട്ടീനാണ്. പാമ്പിൻ വിഷത്തിൻ്റെ നിറം മഞ്ഞ.
പാമ്പൻ വിഷത്തിനെതിരായി നൽകുന്ന മരുന്നാണ് ആൻറ്റിവെനം. പാമ്പുകൾ ഇല്ലാത്ത രാജ്യങ്ങളാണ് അയർലൻഡ്, ന്യൂസിലാൻഡ്. വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ദ്വീപാണ് മഡഗാസ്കർ. പാമ്പിൻ വിഷങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥാപനമാണ് ഹോഫ്ബിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പാമ്പിൻ വിഷങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥാപനമാണ് ഹോഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പാമ്പുകളുടെ ശൽക്കങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കെരാറ്റിൻ. ഏറ്റവും കൂടുതൽ ഉരഗവർഗ്ഗങ്ങളുള്ള രാജ്യം ഓസ്ട്രേലിയ. ഏറ്റവും നീളമുള്ള പാമ്പ് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ. ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമുള്ളതുമായ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട. ഏറ്റവും ചെറിയ പാമ്പ് നൂൽപ്പാമ്പ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ചേര. ഏറ്റവും വേഗമുള്ള പാമ്പ് ആഫ്രിക്കൻ മാമ്പ. ഏറ്റവും വിഷമുള്ള പാമ്പ് കടൽ പാമ്പുകളാണ്. പ്രസവിക്കുന്ന പാമ്പ് അണലി. കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല. അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം വൃക്ക അഥവാ രക്തപര്യന വ്യവസ്ഥ. മൂർഖൻ്റെ വിഷം ബാധിക്കുന്ന ഭാഗം തലച്ചോർ അഥവാ നാഡീവ്യവസ്ഥ. പാമ്പ്, പല്ലി തുടങ്ങിയ ജീവികളിൽ മരണവുമായി ബന്ധപ്പെട്ട അവയവം ജേക്കബ്സൺസ് ഓർഗനാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി AO ഹ്യൂമാണ്. പക്ഷികളുടെ ശരീരോഷ്മാവ് 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. മണിക്കൂറിൽ 80 കിലോമീറ്ററാണ്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. 1.5 കിലോഗ്രാമാണ്. ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ശരീരവലുപ്പം നോക്കിയാൽ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. കണ്ണിനേക്കാൾ വലിപ്പം കുറഞ്ഞ മസ്തിഷ്കമുള്ള പക്ഷിയും കൂടെയാണ് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം 2. പുറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കാൻ സാധിക്കുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ശരീര വലുപ്പം അനുസരിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് കിവി. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി പെരിഗ്രിൻ ഫാൽക്കനാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ബ്ലൂ ടിറ്റ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി താറാവ്. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ. ശബ്ദമുണ്ടാക്കാതെ പറക്കുന്ന പക്ഷിയാണ് മൂങ്ങ. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബട്രോസ്. ഏറ്റവും നീളമുള്ള കാലുള്ള പക്ഷിയാണ് കരിഞ്ചിറകൻ പവിഴക്കാലി. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക. താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന പക്ഷിയാണ് പെൻഗിൻ. വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷിയാണ് പെൻഗിൻ. ആഴത്തിൽ നീന്തുന്ന പക്ഷി പെൻഗിനാണ്. കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷിയാണ് പെൻഗിൻ. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷിയാണ് പെൻഗിൻ. പെൻഗിൻ്റെ വാസസ്ഥലം അറിയപ്പെടുന്നത് റൂക്കറി. പെൻഗിനുകൾ കാണപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകൻ. പകൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി കഴുകൻ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. കഴുകൻ്റെ കുഞ്ഞ് അറിയപ്പെടുന്നത് ഈഗ്ലറ്റ്. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന പക്ഷി കിവി. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന പക്ഷി യമു. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പക്ഷി ആർട്ടിക് ടേൺ.
ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും വലുത് സരസൻ കൊക്ക്. ഏറ്റവും കരുത്തുള്ള പക്ഷി ബാൾഡ് ഈഗിളാണ്. ഷോക്ക് അബ്സോർബർ സവിശേഷതയുള്ള പക്ഷിയാണ് മരംകൊത്തി. കോഴിമുട്ടയുടെ ശരാശരി ഭാരം 58 ഗ്രാമാണ്. കോഴിമുട്ട കൃത്രിമമായി വിരിയിക്കുന്ന ഊഷ്മാവ് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിമുട്ട വിരിയാനെടുക്കുന്ന സമയം 21 ദിവസം. താറാവിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 28 ദിവസം. ഒട്ടകപ്പക്ഷിയുടെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 35 മുതൽ 45 ദിവസമാണ്. പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടി. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. ഉഷ്ണരക്തജീവികൾക്ക് ഉദാഹരണം സസ്തനികളും പക്ഷികളുമാണ്. ശീതരക്തജീവികൾക്ക് ഉദാഹരണം ഉരഗങ്ങൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ. മൗറീഷ്യസിൽ കാണപ്പെട്ടിരുന്ന വംശനാശം സംഭവിച്ച പക്ഷിയാണ് ഡോഡോ. ജാപ്പനീസ് ക്വയിൽ എന്നറിയപ്പെടുന്ന പക്ഷി കാടപ്പക്ഷി. റാണിക്കേറ്റ് ഡിസീസ് ബാധിക്കുന്നത് കോഴികളെയാണ്. ചുണ്ടുകളുടെ അഗ്രം കൊണ്ട് മണം അറിയുന്ന പക്ഷിയാണ് കിവി. പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമമായ അവയവം കണ്ണ്. പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമത കുറഞ്ഞ അവയവം മൂക്ക് അഥവാ ഘ്രാണേന്ദ്രിയം. പക്ഷികളിൽ ഘ്രാണശക്തി ഏറ്റവും കൂടിയത് കിവികളിലാണ്. പക്ഷികളിൽ ഏറ്റവും കാഴ്ചശക്തിയുള്ളത് പെരിഗ്രിൻ ഫാൽക്കനാണ്. പക്ഷികളിൽ ഏറ്റവും കാഴ്ചശക്തിയുള്ളത് പെരിഗ്രിൻ ഫാൽക്കനാണ്. അപ്പോൾ ജന്തുശാസ്ത്രത്തിലെ മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, പക്ഷികൾ എന്ന ഈ ടോപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.